ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ഇന്നലെ വന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ. എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഖില കേരള ധീവര സഭ സുവർണ ജൂബിലി ഉദ്ഘാടനത്തിനും മറ്റു വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനുമാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. നമുക്ക് ആ വീഡിയോയിലോട്ട് കടക്കാം. മറ്റു വികസിത പദ്ധതിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു വച്ചതിൽ അതിലൊരു പ്രധാന പദ്ധതിയുടെ ഉദ്ഘാടനം ബാക്കിയാണ്. ദേശീയപാതയുടെ ഉദ്ഘാടനത്തിന് ഇവിടത്തെ അതിഥിയായിട്ട് അല്ലെങ്കിൽ ഇവിടത്തെ കുറച്ചാളുകൾക്ക് മാത്രമേ ക്ഷണം കിട്ടിയുള്ളൂ. അതിൽ മുഖ്യമന്ത്രിയുടെ പേര് മാത്രമേ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളൂ. അതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, അതിൽ കേരള സർക്കാർ ഉൾപ്പെടെ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ നീരസം പതിയെ ബഹിഷ്കരണത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. അങ്ങനെ ഇന്നലത്തെ പരിപാടിയിൽ കേരള സർക്കാർ ആരും ആ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നതാണ് വാസ്തവം. എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്നാണ് കേരള സർക്കാരിന്റെ ചോദ്യം. അതിനുള്ള ഒരു മറുപടിയായിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോയിൽ പറയുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയായ പിണറായി വിജയനും എന്തുകൊണ്ടാണ് തങ്ങളെ ക്ഷണിക്കാത്തത് എന്ന് വ്യക്തമായിട്ട് അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. വീഡിയോയിലേക്ക്. ദേശീയപാത നിർമ്മാണം പരിപൂർണമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. ദേശീയപാതയുടെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തം NHAIക്കാണെന്നും അതിൽ പൊതുമരാമത്ത് വകുപ്പിനും കേരള സർക്കാരിനും യാതൊരു പങ്കുമില്ല എന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കുറച്ചു മുമ്പ് പറഞ്ഞ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? NHAIയുടെ പരിപൂർണമായ ഉത്തരവാദിത്തമാണ് ദേശീയപാത, അതിൽ ആർക്കും ഒരു പങ്കുമില്ല. അപ്പോൾ അവരാണ് തീരുമാനിക്കേണ്ടത് ആര് പങ്കെടുക്കണം ആര് പങ്കെടുക്കണ്ട എന്നുള്ളത്. ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയന് ക്ഷണമുണ്ട്, എന്നാൽ ബാക്കിയുള്ളവർക്ക് ക്ഷണമില്ല എന്നതാണ് വാസ്തവം. ദേശീയപാത ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ മുഹമ്മദ് റിയാസ് പ്രതിഷേധപരമായിട്ട് അല്ലെങ്കിൽ ബദലായിട്ട് ഒരു റോഡ് ഷോ നടത്തി. ആ റോഡ് ഷോയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്, അതും കൂടി നമുക്ക് കേട്ടിട്ട് വരാം. 2014 UDF ഭരണത്തിന്റെ കെടുകാര്യസ്ഥത മൂലം മുടങ്ങിക്കിടന്ന പദ്ധതി, ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അന്ന് ഡൽഹിയിൽ പോയി ചർച്ച ചെയ്ത് കൂടുതൽ പണം തരാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ദേശീയപാത വികസനത്തിന് വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചു 5600 കോടി. പിന്നീട് അത് കിഫ്ബി ഫണ്ടായിട്ട് പോലും അതിനെ കടമെടുപ്പ് പരിധിയിൽ. ദേശീയപാതയ്ക്കുള്ള സ്ഥലം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. അന്ന് ദേശീയപാത കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് ചർച്ചയ്ക്ക് വന്നപ്പോൾ അന്ന് കേരളം ഭരിച്ചിരുന്ന UDF സർക്കാരാണ്, ഉമ്മൻചാണ്ടി സർക്കാരാണ്. അവരാകട്ടെ സ്ഥലം കൊടുത്തുമില്ല. നമ്മുടെ ദേശീയപാതയുടെ പണി പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ് അവർക്ക് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അധികാരം ഒഴിഞ്ഞു പോയപ്പോൾ പകരം ജനങ്ങൾ പിണറായി സർക്കാരിനെ അധികാരത്തിൽ കയറ്റി. പിന്നീട് വന്ന പിണറായി സർക്കാർ ദേശീയപാതയുടെ പണി, അന്ന് നിർത്തിയിട്ട് പോയ പണി തുടരാൻ വേണ്ടിയിട്ട് 5600 കോടി രൂപ ചിലവഴിച്ചാണ് ദേശീയപാതയുടെ പണി പിന്നെയും തുടങ്ങി വെച്ചത്. ഈ കണക്കാണ് ഇന്നലെയും എപ്പോഴും മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള പലരും എടുത്തു പറയുന്നത്. ദേശീയപാത ഉദ്ഘാടനത്തിൽ തങ്ങളെ ക്ഷണിച്ചില്ല എന്ന് നീരസം പ്രകടിപ്പിക്കുമ്പോൾ തങ്ങൾക്ക് അതിൽ ക്ഷണിക്കാനുള്ള എന്തെങ്കിലും ഒരു അതുണ്ടോ എന്ന് കൂടി ചിന്തിച്ചാൽ നന്ന്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, താങ്കളും പറഞ്ഞതാണ് NHAIക്ക് മാത്രമാണ് ദേശീയപാതയുടെ പരിപൂർണ പങ്ക്, അതിലാർക്കും പങ്കില്ല. അങ്ങനെയുള്ളപ്പോൾ വിളിച്ചില്ല എന്ന് നീരസം പ്രകടിപ്പിച്ച് ബദലായിട്ട് ഒരു പ്രതിഷേധം നടത്തുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ് താങ്കൾ ആലോചിക്കേണ്ടത്. എന്തോരം കാര്യത്തിൽ പ്രതിഷേധിക്കാനുള്ള വകുപ്പുണ്ട്. പ്രത്യേകിച്ച് താങ്കൾ കഴിഞ്ഞ 2 ദിവസം മുമ്പേ നേഴ്സുമാരുടെ സമരം നടക്കുന്നതിന് മുമ്പിലൂടെ താങ്കൾ പോയി ഒരു റോഡ് ഷോ നടത്തി. താങ്കളുടെ പേര് ചൊല്ലി വിളിച്ച് അലറി കൂകി വിളിച്ച് അവർ പ്രതിഷേധിച്ചു. താങ്കൾ അതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞോ? താങ്കൾ അതിന് ബദലായിട്ട് ഒരക്ഷരമെങ്കിലും വേണ്ടിയോ? അവരെ സപ്പോർട്ട് ചെയ്തോ? അവരെ പിന്തുണച്ചോ?
സമൂഹത്തിനെ ചേർത്ത് നിർത്തേണ്ടവരുടെ കൂട്ടത്തിൽ അവരും ചേർത്ത് നിർത്തപ്പെടേണ്ടവരല്ലേ? എന്തുകൊണ്ട് അവരെ തഴഞ്ഞു? സംസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, മറ്റു മന്ത്രിമാരെ ആരും ക്ഷണിച്ചില്ല. മാത്രവുമല്ല, BJPയുടെ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചു എന്നതും CPIMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അമർഷത്തിൽ ഒന്നാണ്. ശരിയാണ്, ക്ഷണിക്കപ്പെടേണ്ടതായിരുന്നു, ക്ഷണിച്ചില്ല. അതൊരു തെറ്റ് തന്നെയാകാം. ദേശീയപാതയുടെ ഉദ്ഘാടനത്തിൽ താങ്കളെ ക്ഷണിച്ചില്ല എന്ന് കാണിച്ച് ഈ നീരസ ഭാവത്തിന് പകരം ജനങ്ങൾക്ക് വേണ്ടത്, നേഴ്സുമാരുടെ സമരത്തിന് മുന്നിലൂടെ താങ്കൾ പോയപ്പോൾ താങ്കളെ കൂകി വിളിച്ചു. താങ്കളെ ഒരിക്കലും റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെ പറ്റി ഒരു രാഷ്ട്രീയ നേതാക്കൾ പോലും പിന്തുണയ്ക്കാത്തത് കൊണ്ടാണ്. താങ്കൾ അവരെ ഒന്ന് പിന്തുണച്ചു നോക്കൂ. അവരെ പോലെയുള്ളവരെയാണ് പിന്തുണയ്ക്കേണ്ടത്. കാരണം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതാണ്. അവരെയാണ് പ്രതിഷേധം. ആ പ്രതിഷേധത്തിനാണ് നമ്മൾ പിന്തുണയ്ക്കേണ്ടത്. മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നും അവർക്ക് വേണ്ടി അനുകൂലമായ ഒരു വാക്കുകൾ പറയുമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.